റമലാൻ മുബാരക്. അപ്പോൾ ഇന്ന് 10ാമത്തെ നോമ്പാണ്, 11ാമത്തെ രാവ്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി നെയ്യത്താക്കാൻ യാസീൻ ഓതാനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ 2 ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചരി വെള്ളത്തിലിടുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുതിർത്താനിട്ടു. അപ്പോൾ അതാ നമുക്ക് 2 ഐറ്റത്തിനും ഒരേ മാവാണ്, പക്ഷെ ഒന്ന് ഉപ്പുള്ളതും ഒന്ന് മധുരമുള്ളതും എന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഒരുമിച്ച് അരച്ചെടുത്തു. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണമായിരുന്നു, അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ശർക്കര ഇട്ട കിണ്ണത്തപ്പവും പിന്നെ പാലാടയുമാണ്. അപ്പോൾ രണ്ടിനും ഒരു മാവ് തന്നെയാണ്, പക്ഷേ ഒന്ന് ഉപ്പും ഒന്ന് മധുരമാണെന്നേ ഉള്ളൂ. അപ്പോൾ അതാ നെയ്യത്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ മാവിലേക്ക് മുട്ടയും പാലും ഒക്കെ തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുത്തു. പിന്നെ അതിന് ശേഷം എന്താ കുറച്ച് തേങ്ങാക്കൊത്തുണ്ടായിരുന്നു, അതും നെയ്യിൽ വരട്ടിയെടുത്തു. പിന്നെ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഈ നമ്മൾ എടുത്ത് വെച്ച, അതായത് നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് എടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഇഡലി പാത്രത്തിലോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് നല്ലോണം ഒരു 10-15 മിനിറ്റ് ആവിയേറ്റി എടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു വാട്ടർമെലൺ ഷേക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ആ വാട്ടർമെലൺ ഷേക്കാണ് ഏറ്റവും കൂടുതൽ ദിവസം ഞാൻ കുടിക്കാറ് കേട്ടോ നോമ്പിൽ, അധികം മധുരം ഒന്നും ചേർക്കാണ്ട്. അപ്പോൾ അതാ ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം വേവാറായെന്ന് നോക്കാം. ഏകദേശം വേവാറായിട്ടുണ്ട്. മുകളിൽ നമ്മളിട്ട നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ചായയും ആക്കി വെച്ച് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും 11ാം രാവിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിയത്താക്കുക. അപ്പോൾ എല്ലാവർക്കും 11ാം രാവ് ആശംസകൾ.